ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററിന്റെ 3ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. റെക്ടാങ്കിൾസ് വിത്ത് സൈഡ് പാരലൽ ടു ദി ആക്സിസ് എന്നാണ് ഇന്നത്തെ ടോപ്പിക്കിന്റെ പേര്. ഇവിടെ ഒരു റെക്ടാങ്കിള്, അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആക്സിസിന് പാരലാണ് അതിന്റെ സൈഡ്സ്. അത് ലെങ്ത് പാരലൽ ടു the length of this rectangle is parallel to the x-axis and breadth parallel to y-axis. അപ്പോൾ ഈ രണ്ട് സൈഡും എക്സ് ആക്സിന് പാരല്, ഈ രണ്ട് സൈഡും വൈ ആക്സിന് പാരല്. അതിൻ്റെ വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് വെർട്ടീസ് വന്നിട്ടുണ്ട്. മറ്റ് രണ്ട് പെയർ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഈ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് 6 ആണെന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഇതിന്റെ നേരെ എക്സ് ആക്സിലുള്ള നമ്പർ 6 ആണ് അല്ലേ? അതുപോലെ ഇതിന്റെ നേരെ വൈ ആക്സിലുള്ള നമ്പർ 4 ആണ്. അതുകൊണ്ടാണ് വൈ കോർഡിനേറ്റ് 4 ആയത്. അപ്പോൾ ഈ നമ്പർ 6ഉം ഈ നമ്പർ 4ഉം ആയതുകൊണ്ടാണ് 6 4 ആയത്. അതുപോലെ ഇത് ഈ പോയിന്റിന്റെ നേരെ ഇതിന്റെ കോർഡിനേറ്റ് 2 1 ആണെന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ എക്സ് ആക്സിന് 2 ആണ്, ഇതിന്റെ നേരെ വൈ ആക്സിന് 1 ആണ്. അതുകൊണ്ടാണ് ഇത് 2 1 ആയത്. അപ്പോൾ ഈ പോയിന്റ് കോർഡിനേറ്റ് എന്തായിരിക്കും? ഈ പോയിന്റിന്റെ നേരെ എക്സ് ആക്സിന് 6, വൈ ആക്സിന് 1. അപ്പോൾ ഇത് 6 1 അല്ലേ? അതുപോലെ ഈ പോയിന്റിന്റെ നേരെ ഈ പോയിന്റ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ എക്സ് ആക്സിന് 2, വൈ ആക്സിന് 4. അതുകൊണ്ട് ഇതിന്റെ 6 4 2 4. അപ്പോൾ 2 4 ആണ് ഈ പോയിന്റ്. അപ്പോൾ വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് വെർട്ടീസ് അറിയാമെങ്കിൽ മറ്റ് പെയേഴ്സ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അങ്ങനെ ഒരു എക്സാമ്പിൾ. ഇവിടെ വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് വെർട്ടീസ് ഒരെണ്ണം 2 3 ആണ്, ഒരെണ്ണം 7 1 ആണ്. ഗിവൺ ദി സൈഡ്സ് ഓഫ് ദിസ് റെക്ടാങ്കിൾ ആർ പാരലൽ ടു ദി ആക്സിസ്. അപ്പോൾ നമുക്ക് ആക്സിസ് ഒന്ന് വരച്ച് നോക്കാം. ഇതാ എക്സ് ആക്സിസ്, വൈ ആക്സിസ്. അപ്പോൾ ഇത് 7 1 ആണെന്ന് പറഞ്ഞ അർത്ഥം ഇതിന്റെ നേരെ എക്സ് ആക്സിസിൽ 7 ആണ്, ഇതിന്റെ നേരെ വൈ ആക്സിന് 1 ആണ്. അതുകൊണ്ടാണ് ഇത് 7 1 ആയത്. അതുപോലെ ഇത് 2 3 ആണെന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ എക്സ് ആക്സിൽ 2 ആണ്, ഇതിന്റെ നേരെ വൈ ആക്സിൽ 3 ആണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ കോർഡിനേറ്റ് പറയാൻ എന്ത് ചെയ്യണം? ഇതിന്റെ നേരെ എക്സ് ആക്സിൽ 2, വൈ ആക്സിൽ 1. അപ്പോൾ 2 1. ഇതിന്റെ നേരെ എക്സ് ആക്സിൽ 7, വൈ ആക്സിൽ 3. സോ 7 3. അപ്പോൾ ഈ രണ്ട് പോയിന്റ് കിട്ടി. ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പോൾ വളരെ എളുപ്പത്തിൽ വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് വെർട്ടീസ് അറിയാമെങ്കിൽ അതർ പെയർ ഓഫ് ഓപ്പോസിറ്റ് വെർട്ടീസ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. വേറെ ഒരു എക്സാമ്പിൾ ഇട്ട് നോക്കാം. ദാ വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് വെർട്ടീസ് 5 1 -1 -2. വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദി അതർ പെയേഴ്സ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇത് എക്സ് ആക്സിന് പാരലല്, ഇത് വൈ ആക്സിന് പാരലല്. അപ്പോൾ മറ്റ് രണ്ട് വെർട്ടീസ് കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കിയേ, ഇവിടെ നമുക്ക് ആക്സിസ് വരയ്ക്കാതെ തന്നെ ചെയ്യാം. എങ്ങനെയാണ്? ഇതിന്റെ എക്സ് കോർഡിനേറ്റ് തന്നെയായിരിക്കും ഇതിന്റെ എക്സ് കോർഡിനേറ്റ്. കാരണം ഈ രണ്ട് സൈഡ്സും വൈ ആക്സിന് പാരലാണ്. വൈ ആക്സിന് പാരലാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും. ഇത് എക്സ് ആക്സിന് പാരലാണ്, എക്സ് ആക്സിന് പാരലാണെങ്കിൽ വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ ഇതിന്റെ എക്സ് കോർഡിനേറ്റും ഇതിന്റെ വൈ കോർഡിനേറ്റ് 5 2. അതുപോലെ ഈ പോയിന്റ് ആണെങ്കിൽ ഇത് എക്സ് ആക്സിന് വൈ ആക്സിന് പാരലാണ്, വൈ ആക്സിന് പാരലാണ്, എക്സ് കോർഡിനേറ്റ് സെയിം വരും. അപ്പോൾ ഇത് -1 ആണ്, ഇവിടെ -1. അതുപോലെ ഇതിന്റെ വൈ കോർഡിനേറ്റ് തന്നെയായിരിക്കും ഇതിന്റെ വൈ കോർഡിനേറ്റ്. അപ്പോൾ -1 1. അപ്പോൾ ഈ രൂപത്തിൽ വളരെ ഈസി ആയിട്ട് നമുക്ക്, അപ്പോൾ ഇവിടെയൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നുണ്ടോ? ഇതിന്റെ എക്സ് കോർഡിനേറ്റ് സെയിം, വൈ ആക്സിന് പാരലാണ്, എക്സ് കോർഡിനേറ്റ് ഇത് രണ്ടും സെയിം ആണ്. ഇങ്ങനെ എടുക്കുമ്പോൾ വൈ കോർഡിനേറ്റ് സെയിം ആണ് കേട്ടോ. ഇങ്ങനെ എടുക്കുമ്പോൾ എക്സ് കോർഡിനേറ്റ് സെയിം ആണ്, ഇങ്ങനെ എടുക്കുമ്പോൾ വൈ കോർഡിനേറ്റ് സെയിം ആണ്. അപ്പോൾ വൈ ആക്സിന് പാരലാണ്, എക്സ് കോർഡിനേറ്റ് സെയിം ആണ്, എക്സ് ആക്സിന് പാരലാണെങ്കിൽ വൈ കോർഡിനേറ്റ് സെയിം ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ. All rectangles given below have their sides parallel to axis. Find the other vertices. 3 rectangles തന്നിട്ടുണ്ട്. All these rectangles have side parallel to axis തന്നിട്ടുണ്ട്. Side parallel to axis ആകുമ്പോൾ എന്താണ്? സൈഡ് പാരലൽ ടു ആക്സിസ് ആകുമ്പോൾ ഇത് രണ്ട് എക്സ് ആക്സിന് പാരലൽ, ഇത് രണ്ടും വൈ ആക്സിന് പാരലൽ. അപ്പോൾ വിത്തൗട്ട് ഡ്രോയിങ് ദി ആക്സിസ് വി ക്യാൻ ഡയറക്ട്ലി റൈറ്റ് ദി ആൻസർ. എങ്ങനെയാണ്? ഇത് എക്സിന് വൈ ആക്സിന് പാരലൽ ആയതുകൊണ്ട് ഇതിന്റെ എക്സ് കോർഡിനേറ്റ് തന്നെയായിരിക്കും ഇതിന്റെ എക്സ് കോർഡിനേറ്റ്. അപ്പോൾ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് 2. ഇത് വൈ ആക്സിസ് എക്സ് ആക്സിന് പാരലൽ ആയതുകൊണ്ട് ഇതിന്റെ വൈ കോർഡിനേറ്റ് തന്നെയാണ് ഇതിന്റെ വൈ കോർഡിനേറ്റ്. അപ്പോൾ 2 3 ആണ് ഇതിന്റെ കോർഡിനേറ്റ്. ക്ലിയർ അല്ലേ പറഞ്ഞത്? അതായത് ഇത് വൈ ആക്സിന് പാരലാണ്, അതുകൊണ്ട് ഇതിന്റെ എക്സ് കോർഡിനേറ്റ് തന്നെയാണ് ഇതിന്റെ എക്സ് കോർഡിനേറ്റ്. ഇത് എക്സ് ആക്സിന് പാരലാണ്, അതുകൊണ്ട് ഇതിന്റെ വൈ കോർഡിനേറ്റ് തന്നെയാണ് ഇതിന്റെ വൈ കോർഡിനേറ്റ്. അപ്പോൾ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് എടുത്തപ്പോൾ ഇതിന്റെ വൈ കോർഡിനേറ്റ് 2 3. ഇനി ഇതെടുത്താലോ? ഇത് വൈ ആക്സിന് പാരലാണ്, അപ്പോൾ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് തന്നെയാണ് ഇതിന്റെ എക്സ് കോർഡിനേറ്റ്. അപ്പോൾ ഇവിടെ -2 ആയതുകൊണ്ട് ഇതിന്റെ -2 വരും. ഇത് എക്സ് ആക്സിന് പാരലാണ്, അപ്പോൾ ഇതിന്റെ വൈ കോർഡിനേറ്റ് തന്നെയാണ് ഇതിന്റെ വൈ കോർഡിനേറ്റ്. അപ്പോൾ ഇത് -2 4 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പോൾ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് എടുത്തപ്പോൾ ഇതിന്റെ വൈ കോർഡിനേറ്റ് എടുത്തു.
ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് എടുത്തപ്പോൾ ഇതിൻ്റെ വൈ കോർഡിനേറ്റ് എടുത്തു, അത്രേ ഉള്ളൂ. അപ്പോൾ -2 4 ഇത് വരുമ്പോൾ 2 3. അതായത് ഒന്നാമത്തെ പോയിന്റ് എക്സ് കോർഡിനേറ്റ് എടുത്താൽ രണ്ടാമത്തെ പോയിന്റ് വൈ കോർഡിനേറ്റ്, രണ്ടാമത്തെ പോയിന്റ് എക്സ് കോർഡിനേറ്റ് എടുത്താൽ ഒന്നാമത്തെ പോയിന്റ് വൈ കോർഡിനേറ്റ്. വേറെ ഒരെണ്ണം ഇവിടെ ഇവിടെ 2 -4ഉം -1 -2. ഇപ്പോൾ നോക്കിയേ, ഇത് രണ്ടും വൈ ആക്സിന് പാരലൽ. അപ്പോൾ വൈ ആക്സിന് പാരലൽ ആണെങ്കിൽ എക്സ് കോർഡിനേറ്റ് സെയിം. അപ്പോൾ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് തന്നെയായിരിക്കും ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് -1. അതുപോലെ ഇത് എക്സ് ആക്സിന് പാരലൽ. അപ്പോൾ ഇതിൻ്റെ വൈ കോർഡിനേറ്റ് ഇതിൻ്റെ വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ വൈ കോർഡിനേറ്റ് -4, അപ്പോൾ ഇത് -4. അപ്പോൾ എന്തോന്നു -1 -4 ആണ് ഇതിൻ്റെ കോർഡിനേറ്റ്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ ഇതിൻ്റെ വരുമ്പോൾ എന്ത് വരും? ഇത് വൈ ആക്സിന് പാരലാണ്. അപ്പോൾ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് 2, അപ്പോൾ ഇവിടെ എക്സ് കോർഡിനേറ്റ് 2. ഇത് എക്സ് ആക്സിന് പാരലാണ്. അപ്പോൾ ഇതിൻ്റെ വൈ കോർഡിനേറ്റ് -2, അപ്പോൾ ഇവിടെയും വൈ -2. അപ്പോൾ രണ്ടും നോക്കിയത് എക്സ് കോർഡിനേറ്റ് സെയിം ആയിട്ട് വരും, വൈ കോർഡിനേറ്റ് സെയിം ആയിട്ട് വരും. അടുത്തത് അതുപോലെ നോക്കാം. ഇവിടെ ഇത് രണ്ടും വൈ ആക്സിന് പാരലാണ്. വൈ ആക്സിന് പാരലാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് -1 ആണ്, ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് എത്ര തന്നെയായിരിക്കും? -1 ആയിരിക്കും. അതുപോലെ ഇത് വൈ എക്സ് ആക്സിന് പാരലാണ്. അപ്പോൾ ഇതിൻ്റെ വൈ കോർഡിനേറ്റ് തന്നെയായിരിക്കും ഇതിൻ്റെ വൈ കോർഡിനേറ്റ്. അപ്പോൾ ഇവിടെ വൈ കോർഡിനേറ്റ് 6 ആയതുകൊണ്ട് -6 +6. അപ്പോൾ കണ്ടോ, -1 ഇവിടെ എടുത്തപ്പോൾ ഇതിൻ്റെ 6 എടുത്തു. ഇനി അതുപോലെ ഈ പോയിന്റ് ആണെങ്കിലോ വൈ ആക്സിന് പാരലൽ. അപ്പോൾ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് 2, അപ്പോൾ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് 2. എക്സ് ആക്സിന് പാരലൽ. അപ്പോൾ ഇതിൻ്റെ വൈ കോർഡിനേറ്റ് 3, അപ്പോൾ ഇതിൻ്റെ വൈ കോർഡിനേറ്റ് 3. അപ്പോൾ 2 3. ക്ലിയർ ആയ പറഞ്ഞത്? അപ്പോൾ സൈഡ്സ് ആക്സിന് പാരലായ റെക്ടാങ്കിൾസിൻ്റെ 1 പെയർ ഓഫ് ഓപ്പോസിറ്റ് വെർട്ടീസ് അറിയാമെങ്കിൽ ബാക്കി വെർട്ടീസ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇനി ഇവിടെ എക്സ് ആക്സും വൈ ആക്സും വരച്ചിട്ടുണ്ട്. ഇവിടെ എക്സ് ആക്സിലെ നമ്പേഴ്സിന്റെ പ്രത്യേകത, അതൊരു നമ്പർ ലൈൻ ആണല്ലോ. അപ്പം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതോറും ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകും. ഇപ്പം 2 നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൽ വലിയ നമ്പർ റൈറ്റ് സൈഡിലും ചെറിയ നമ്പർ ലെഫ്റ്റ് സൈഡിലും ആയിരിക്കും. അപ്പോൾ എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനിലെ മൂവ്മെന്റ് ആണെങ്കിൽ ഇതുപോലെ അതിൽ എക്സ് കോർഡിനേറ്റ് വലുതുള്ള റൈറ്റ് സൈഡിലും എക്സ് കോർഡിനേറ്റ് ചെറുതുള്ള ലെഫ്റ്റ് സൈഡിലും ആയിരിക്കും. അതായത് എക്സ് കോർഡിനേറ്റ് വലുതുള്ള എപ്പോഴും റൈറ്റ് സൈഡിലെ പോയിന്റ് ആയിരിക്കും, എക്സ് കോർഡിനേറ്റ് ചെറുതുള്ള എപ്പോഴും ലെഫ്റ്റ് സൈഡിലെ പോയിന്റ് ആയിരിക്കും. ഇനി വൈ കോർഡിനേറ്റ് എടുത്താലോ, വൈ കോർഡിനേറ്റ് മുകളിലേക്ക് പോകുന്നതോറും ഇൻക്രീസ് ചെയ്ത് വരും. അപ്പോൾ വലിയ വൈ കോർഡിനേറ്റിന് വലുതുള്ളത് മുകളിൽ പോകും, ചെറുതുള്ളത് താഴെ വരും. അപ്പോൾ വലിയ വൈ കോർഡിനേറ്റ് ഉള്ളത് മുകളിലെ പോയിന്റ് ആയിരിക്കും, ചെറിയ വൈ കോർഡിനേറ്റ് ഉള്ളത് താഴത്തെ പോയിന്റ് ആയിരിക്കും. അപ്പോൾ നമ്പർ ലൈനിൻ്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഇൻക്രീസ് ചെയ്ത് പോകും, താഴെ നിന്ന് മുകളിലേക്കും അല്ലെ ബോട്ടം ടു ടോപ്പ് ഇൻക്രീസ് ചെയ്ത് പോകും. അപ്പോൾ on x-axis numbers from left to right increasing, on y-axis numbers from bottom to top increasing. ക്ലിയർ ആയ പറഞ്ഞത്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ റെക്ടാങ്കിൾസ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിത്തൗട്ട് ഡ്രോവിംഗ് ദി ആക്സിസ്, ഇതുപോലെ ആക്സിസ് വരയ്ക്കാതെ റൈറ്റ് ദി കോർഡിനേറ്റ്സ് ഓഫ് അതർ വെർട്ടീസസ് ഓഫ് ദി rectangles with the sides parallel to axis whose one pair of opposite vertices are given. ആക്സിസ് വരച്ച് നോക്കാതെ 1 pair of opposite vertices തന്നിട്ടുണ്ട്. ആ റെക്ടാങ്കിളിൻ്റെ സൈഡ്സ് പാരലൽ ടു ആക്സിസും ആണ് എങ്കിൽ അതർ പെയർ ഓഫ് വെർട്ടീസസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ എക്സ് കോർഡിനേറ്റ് 3 ആണ്, ഇവിടെ എക്സ് കോർഡിനേറ്റ് 7 ആണ്. ഏതാണ് വലുത്? 3യേക്കാൾ വലുതാണ് 7. അപ്പോൾ എക്സ് കോർഡിനേറ്റ് വലുതുള്ള എവിടെ പോകണം? റൈറ്റ് സൈഡിൽ വേണം. അപ്പോൾ ഇത് റൈറ്റ് സൈഡിലെ പോയിന്റും ഇത് ലെഫ്റ്റ് സൈഡിലെ പോയിന്റുമാണ്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള പോയിന്റ് ആണിത്, റൈറ്റ് സൈഡിലുള്ള പോയിന്റ് ആണിത്. ഇനി വൈ കോർഡിനേറ്റ് നോക്കാം. വൈ കോർഡിനേറ്റ് വരുമ്പോഴോ മുകളിലുള്ളത് വലുതും താഴെയുള്ളത് ചെറുതും. അപ്പോൾ 5 8, 5നേക്കാൾ വലുതാണല്ലോ 8. അപ്പോൾ വലുതുള്ള എവിടെ പോകണം? മുകളിൽ പോകണം. അപ്പോൾ 8 ടോപ്പിലെ പോയിന്റ് ആണ്, അപ്പോൾ ഇത് ബോട്ടം. അപ്പോൾ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ബോട്ടവും ഈ പോയിന്റ് റൈറ്റ് ടോപ്പ്. അപ്പോൾ റെക്ടാങ്കിളിൻ്റെ ആക്സിസ് പാരലായിട്ടോ അതിന് പാരലായിട്ടോ സൈഡ്സ് വരുന്ന റെക്ടാങ്കിള്, അതിൻ്റെ ലെഫ്റ്റ് ബോട്ടം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ താഴെ. അപ്പോൾ ഈ പോയിന്റ് ആണ് 3 5. റൈറ്റ് സൈഡിൽ ടോപ്പ് അതാണ് 7 8. അപ്പോൾ റൈറ്റ് സൈഡ് ടോപ്പ്, ലെഫ്റ്റ് സൈഡ് ബോട്ടം. അപ്പോൾ അതെ 1 പെയർ ഓപ്പോസിറ്റ് വെർട്ടീസ് നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഇനി അടുത്ത് എഴുതാലോ. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസിന് പാരലാണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് സെയിം. അപ്പോൾ ഇവിടെ 7 ആണ്, ഇവിടെ 7. ഇത് എക്സ് ആക്സിസിന് പാരലാണ്. അപ്പോൾ ഇവിടുത്തെ വൈ കോർഡിനേറ്റ് തന്നെയായിരിക്കും ഇവിടുത്തെ വൈ കോർഡിനേറ്റ്. അപ്പോൾ 7 5. അതുപോലെ ഇതാണെങ്കിലോ, ഇത് വൈ ആക്സിസിന് പാരല. അപ്പോൾ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് തന്നെയാണ് ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ്.
ഇത് എക്സ് ആക്സിന് പാരലൽ, അപ്പോൾ ഇതിൻ്റെ വൈ കോർഡിനേറ്റ് തന്നെയാണ് ഇതിൻ്റെ വൈ കോർഡിനേറ്റ്. അതായത് ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് എടുത്തപ്പോൾ ഇതിൻ്റെ വൈ കോർഡിനേറ്റ്, അതുപോലെ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് എടുത്തപ്പോൾ ഇതിൻ്റെ വൈ കോർഡിനേറ്റ്. അപ്പോൾ വൺ പെയറോ ഓപ്പോസിറ്റ് വെർട്ടെക്സ് വന്നു കഴിഞ്ഞാൽ ബാക്കി രണ്ട് പെയറും നമ്മൾ കണ്ടുപിടിച്ചു. ഇതുപോലെ ലെഫ്റ്റ് റൈറ്റ് ടോപ്പ് ബോട്ടം വെച്ച് നമ്മുടെ റെക്റ്റാങ്കിൾസിൻ്റെ വെർട്ടെക്സ് ഫിക്സ് ചെയ്യും. എന്നിട്ട് അടുത്ത് കണ്ടുപിടിക്കും. ഒരെണ്ണം നോക്കാം. 6 2 5 4. അപ്പോൾ ഇതിൽ എക്സ് കോർഡിനേറ്റ് നോക്കുക. എക്സ് കോർഡിനേറ്റ് 6 5. ഏതാ വലുത്? 6. അപ്പോൾ വലുതുള്ള അവിടെ പോകണം, റൈറ്റ് സൈഡിൽ പോകണം. അപ്പോൾ 6 റൈറ്റ് സൈഡിലെ പോയിന്റ് ആണ്, 5 ലെഫ്റ്റ് സൈഡിലെ പോയിന്റ് ആണ്. അപ്പോൾ ഇത് റൈറ്റ് സൈഡ്, ഇത് ലെഫ്റ്റ് സൈഡ്. ഇനി വൈക്കോടിനെ ചോദിച്ചാലോ, ഇത് 2 ഇത് 4. ഏതാ വലുത്? 4. അപ്പോൾ വലുതുള്ള എവിടെ പോകണം? മുകളിൽ പോകണം. അപ്പോൾ 4 ടോപ്പിലെ പോയിന്റ്, അപ്പോൾ ഇത് താഴെ. അപ്പോൾ ഇത് റൈറ്റ് ബോട്ടം, ഇത് ലെഫ്റ്റ് ടോപ്പ്. ക്ലിയർ ആയി പറഞ്ഞത്? അപ്പോൾ എക്സ് കോർഡിനേറ്റ് നോക്കിയിട്ട് റൈറ്റ് ഏതാണ്, ലെഫ്റ്റ്. വലുതുള്ള റൈറ്റിൽ പോയി. എക്സ് കോർഡിനേറ്റ് വലുതുള്ള റൈറ്റിൽ, എക്സ് കോർഡിനേറ്റ് ചെറുതുള്ള ലെഫ്റ്റിൽ. വൈ കോർഡിനേറ്റ് വലുതുള്ള മുകളിൽ, വൈ കോർഡിനേറ്റ് ചെറുതുള്ള താഴെ. അപ്പോൾ ഇത് റൈറ്റ് ബോട്ടവും ഇത് ലെഫ്റ്റ് ടോപ്പും. ഇനി റെക്റ്റാങ്കിൾ വരയ്ക്കുക. റെക്റ്റാങ്കിൾ വരച്ചിട്ട് കണ്ടോ, ഇതിൻ്റെ റൈറ്റ് ബോട്ടം, റൈറ്റ് ബോട്ടം എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിൽ താഴെ, റൈറ്റ് ബോട്ടം കേട്ടോ 6 2. അതാണ് ഈ പോയിന്റ്. ലെഫ്റ്റ് ടോപ്പ്, ലെഫ്റ്റ് സൈഡിൽ മുകളിൽ 5 4 ഇവിടെ വരും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പോയിന്റ്സ് കണ്ടുപിടിക്കാം. ഇതിൻ്റെ കോർഡിനേറ്റ് എന്തായിരിക്കും? ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് തന്നെ, ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ്. അപ്പോൾ 5 വരും. അപ്പോൾ ഇതിൻ്റെ വൈ കോർഡിനേറ്റ് ഇവിടെ വരും 5 2. ഇതാണെങ്കിലോ എക്സ് ആക്സിന് പാരലൽ, അതുകൊണ്ട് ഇത് വൈ ആക്സിന് പാരലൽ, അതുകൊണ്ട് ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് തന്നെയാണ് ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ്. എക്സ് ആക്സിന് പാരലൽ, അതുകൊണ്ട് ഇതിൻ്റെ വൈ കോർഡിനേറ്റ് തന്നെയാണ് ഇതിൻ്റെ വൈ കോർഡിനേറ്റ്. അപ്പോൾ ഇങ്ങനെ എടുത്ത് കഴിയുമ്പോൾ കണ്ടോ, അതായത് എക്സ് കോർഡിനേറ്റ് സെയിം, ഇങ്ങനെ എടുത്ത് കഴിയുമ്പോൾ വൈ കോർഡിനേറ്റ് സെയിം. ശരിയാണെന്ന് ചെക്ക് ചെയ്യാം. ക്ലിയർ ആയ പറഞ്ഞത്? ഒരു എക്സാമ്പിൾ നോക്കാം. -3 5 -7 1. അപ്പോൾ ഇവിടെ -3 -7 എക്സ് കോർഡിനേറ്റ് ഏതാ വലുത്? -3 ആണോ -7 ആണോ വലുത്? -3യേക്കാൾ ചെറുതാണ് -7. കാരണം -7 എന്ന് പറഞ്ഞാൽ -3 കഴിഞ്ഞ് ലെഫ്റ്റിലേക്ക് വരുമ്പോഴാണ്. അപ്പോൾ -3 കഴിഞ്ഞ് വീണ്ടും പുറകിട്ട് പോകുമ്പോഴാണ് -7 വരിക. അപ്പോൾ -3യേക്കാൾ ചെറുതാണ് -7. അപ്പോൾ വലുത് -3, ചെറുത് -7. വലുതുള്ള എവിടെ പോകണം? റൈറ്റ് സൈഡിൽ പോകണം. അപ്പോൾ ഇത് റൈറ്റ് സൈഡാണ്, ഇത് ലെഫ്റ്റ് സൈഡാണ്. അതുപോലെ വൈ കോർഡിനേറ്റ് എടുത്താലോ, ഇത് 5 ഇത് 1. ഏതാ വലുത്? 5. വലുതുള്ള എവിടെ പോകണം? അപ്പോൾ ഇത് ടോപ്പിൽ വരും, ഇത് ബോട്ടത്തിൽ വരും. അപ്പോൾ ഇത് റൈറ്റ് ടോപ്പ് പോയിന്റ് ആണ്, ഇത് ലെഫ്റ്റ് ബോട്ടം പോയിന്റ് ആണ്. അതായത് വലതുവശത്ത് മുകളിലുള്ള പോയിന്റ് ഇത്, ഇടതുവശത്ത് താഴെയുള്ള പോയിന്റ് ഇത്. റെക്റ്റാങ്കിൾ വരയ്ക്കുക. കണ്ടോ, റെക്റ്റാങ്കിൾ വരച്ചു. അതിന്റെ വലതുവശത്ത് റൈറ്റ് ടോപ്പ് മുകളിലുള്ള എന്ന് പറഞ്ഞാൽ -3 5. ലെഫ്റ്റ് സൈഡ് ബോട്ടം, അതാണ് -7 1. അതായത് ഈ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചല്ല, റൈറ്റ് ടോപ്പ് ഇത്, ലെഫ്റ്റ് ബോട്ടം ഇത്. അപ്പോൾ ഇനി അടുത്ത പോയിന്റ് എഴുതാം. ഇതാകുമ്പോഴോ ഇത് വൈ ആക്സിന് പാരലൽ, അപ്പോൾ എക്സ് കോർഡിനേറ്റ് സെയിം. അപ്പോൾ ഇവിടെ -3. ഇത് എക്സ് ആക്സിന് പാരലൽ, അപ്പോൾ ഇവിടുത്തെ വൈ കോർഡിനേറ്റ് അവിടെ വരും. അപ്പോൾ -3 1. ഇത് വരുമ്പോഴോ എക്സ് ആക്സിന് വൈ ആക്സിന് പാരലൽ, അപ്പോൾ -7 ആയതുകൊണ്ട് ഇത് -7. ഇത് വൈ ആക്സിന് എക്സ് ആക്സിന് പാരലൽ, അതുകൊണ്ട് ഇതിന് വൈ കോർഡിനേറ്റ് സെയിം. അപ്പോൾ കേട്ടോ, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് സെയിം, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വൈ കോർഡിനേറ്റ് സെയിം. ക്ലിയർ ആയി പറഞ്ഞത്? ഒരെണ്ണം നോക്കാം. -1 -2 -5 -4. അപ്പോൾ ഇവിടെ -1 ആണോ -5 ആണോ വലുത്? -1 വലുത്. -1നേക്കാൾ ചെറുതാണ് -5. അപ്പോൾ വലുത് ഇതായതുകൊണ്ട് ഇത് റൈറ്റ് സൈഡിലും അത് ലെഫ്റ്റ് സൈഡിലും. അപ്പോൾ റൈറ്റ് സൈഡിലെ പോയിന്റ് ഇതാണ്, ലെഫ്റ്റ് സൈഡിലെ പോയിന്റ് ഇതാണ്. ഇനി വൈ കോർഡിനേറ്റ് നോക്കുക. -2 ആണ് -4 ആണോ വലുത്? -2നേക്കാൾ ചെറുതാണ് -4 അല്ലേ? നമ്പർ ലൈനിൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ -2 ഇവിടെ, അത് കഴിഞ്ഞ് താഴോട്ട് പോകുമ്പോഴാണ് -4 വരിക. അപ്പോൾ ഇത് ചെറുതും ഇത് വലുതും. വലുതുള്ള എവിടെ പോകണം? മുകളിൽ. അപ്പോൾ ഇത് ടോപ്പ്, ഇത് ബോട്ടം. ക്ലിയർ ആയി പറഞ്ഞത്? അപ്പോൾ ഇത് റൈറ്റ് സൈഡിലെ ടോപ്പിലെ പോയിന്റ് ആണ്, റൈറ്റ് സൈഡിലെ ടോപ്പ്. അപ്പോൾ റെക്ടാങ്കിൾ വരച്ചാൽ അല്പത്തി നോക്കാം. റെക്ടാങ്കിൾ റൈറ്റ് സൈഡ് ടോപ്പ് -1 -2. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ബോട്ടം -5 -4. അപ്പോൾ 2 പോയിന്റ് അടയാളപ്പെടുത്തി. ഇനി ഇത് കിട്ടൂലോ. ഇതിന്റെ കോർഡിനേറ്റ് ഇത് എക്സ് കോർഡിനേറ്റ് -1 ആയതുകൊണ്ട് ഇവിടെ -1. ഇത് വൈ കോർഡിനേറ്റ് -4 ആയതുകൊണ്ട് ഇവിടെ -4. അപ്പോൾ -1 -4. അതുപോലെ ഇത് വരുമ്പോഴോ എക്സ് വൈ ആക്സിന് പാരലൽ, അപ്പോൾ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് തന്നെയാണ് ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് -5. ഇവിടുത്തെ വൈ കോർഡിനേറ്റ് തന്നെയാണ് ഇവിടുത്തെ വൈ കോർഡിനേറ്റ്. അപ്പോൾ -5 -2. അതായത് ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് എടുത്താൽ അവിടുത്തെ വൈ കോർഡിനേറ്റ് എടുക്കണം, ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് എടുത്താൽ ഇവിടുത്തെ വൈ കോർഡിനേറ്റ് എടുക്കണം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആൻസർ എഴുതാം. അപ്പോൾ പറഞ്ഞ ക്ലിയർ ആയോ? അപ്പോൾ
ആക്സിസിന് പാരലായിട്ട് സൈഡ്സ് വരുന്ന റെക്റ്റാങ്കിളിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുന്ന രീതിയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.